കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാത്ഭുതങ്ങൾ അല്ലെങ്കിൽ അത്ഭുത കഥകൾ ഓരോ ഭക്തന്മാരിൽ നിന്നും കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അത് സുഖം തന്നെയാണ്. കാരണം ഭക്തൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഓരോ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന അനുഭവങ്ങളാണ്. ഓരോരുത്തർക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഭഗവാൻ പ്രദാനം ചെയ്തിട്ട് പോയത്. അപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ ഓരോ ഭക്തരിൽ നിന്ന് കേൾക്കുകയും അതുപോലെ പരമഭക്തന്മാരായിട്ടുള്ള ഗുരു അന്വേഷികളെ ഒരാശ്രമം എങ്ങനെയാണ് ഒരു പരമഗുരുവിനെ മനസ്സിലാക്കാനും കൂടിയായിട്ടാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ശരിക്ക് ജയകുമാർ സാറാണ്. അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയാം, പറഞ്ഞാൽ അറിയാത്ത ആശ്രമക്കാർക്കെല്ലാം അറിയാം, അല്ലാത്ത ആൾക്കാർക്കും അറിയാം. അദ്ദേഹം പള്ളിച്ചലാണ് താമസം. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ ആശ്രമം, അതായത് അധ്യാത്മ ചിന്താലയ ആശ്രമം രൂപീകരിച്ച് ആദ്യമായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആ കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡൻ്റാണ് സുമാരൻ നായർ സാറ്. ഇപ്പോൾ പഴയ ആളുകൾക്കെല്ലാം അറിയാം, കള്ളിക്കാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹം കള്ളിക്കാട് ജംഗ്ഷനിലാണ് താമസം. അദ്ദേഹത്തിൻ്റെ സീമന്തപുത്രിയുടെ ഹസ്ബൻഡും കൂടിയാണ്, ഭർത്താവും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നമസ്കാരം. ഈ ഭഗവാന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഭക്തർക്ക് വേണ്ടി അങ്ങയുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും. ഓം സദ്ഗുരവേ നമഃ. ചിന്താലയേശായ നമോ നമഃ. ശംഭോ ഭഗവാനെ. എനിക്ക് ഭഗവാനുമായിട്ട് ഭഗവാന്റെ സവിധത്തിൽ ഞാൻ വരുന്നത് 1982 മെയ് മാസത്തിലാണ് ഞാൻ, അതായത് എൻ്റെ വിവാഹം 82 ഏപ്രിലായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മാസത്തിനകത്ത് വെച്ച് ഇതേപോലെ അതിനു മുമ്പേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ വിവാഹവും എല്ലാം അദ്ദേഹം ഭഗവാൻ പറഞ്ഞതനുസരിച്ചാണ് ചെയ്തതെന്ന് എനിക്ക് പറഞ്ഞുള്ള അറിവുണ്ട്. അപ്പോൾ 82 ഞാൻ, അപ്പോൾ ഒരു ദിവസം എന്നെ എൻ്റെ ഫാദറല്ല, സുമാരൻ നായർ സാറ് പള്ളിക്കാട്. അപ്പോൾ അത് പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ട എല്ലാം അറിയാം. ജയനാരായണജിക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാവുണ്ട്, ഞാൻ പറയുന്നില്ല. എന്നെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ ഇങ്ങനെ ഒരു ആശ്രമമുണ്ട്, ഇവിടെ പോകാം. ഞാനപ്പോൾ വന്നു. ഞാൻ അതുവരെ ഒരു സ്ഥലത്തും അമ്പലങ്ങളിൽ പോകും, ഒരു മിതഭക്തിക്കാരനാണ് ഞാൻ. സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലങ്ങളിൽ പോവുക എന്നുള്ള ഒരു സ്വഭാവം എനിക്കുണ്ട്. അമിതമായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ആ തരത്തിൽ പോകില്ല. ഈ ആശ്രമത്തിലെന്ന് പറഞ്ഞ് ഞാൻ വരുന്നത് ആദ്യം ഈ ഭഗവാന്റെ തിരുനടയിലാണ്. അത്
അന്ന് ഞാൻ അവിടെ ഒരു ചെറിയ ഈ പുല്ല് മേഞ്ഞ ഒരു ആല അപ്പം അവിടെ ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുവഴി അവിടെ അടിച്ച റീപ്പർ അടിച്ച ഒരു വാതിലാണ് അതിലുണ്ടായിരുന്നത്. ഞാൻ അതിനകത്ത് അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് അവിടെ കയറി. അവിടെ നിന്ന് ഞാൻ കമുക് കീറി അടിച്ച വരിച്ചില്ല ഉറപ്പായിട്ട്. അവിടെ അതിനകത്ത് അവിടെ കയറി ഞാൻ അവിടെ നിന്ന് ഭഗവാനെ ഞാൻ നേരിൽ ആദ്യം കാണുമ്പം തന്നെ എനിക്ക് വല്ലാത്ത ഒരു അനുഭൂതി സത്യമാണ് പറയുന്നു. അപ്പം അങ്ങനെ ഒന്ന് കുറേ സമയം എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി എല്ലാം നിന്നിട്ട് പിള്ളേ ഇങ്ങോട്ട് വന്ന് കൂടിക്കൊള്ളണം, ഇവിടെ എവിടെയും കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ അകത്തോട്ട് വിളിച്ചു. അപ്പം പിന്നെ എൻ്റെ മാമൻ അദ്ദേഹം പുള്ളി വെളിയിൽ നിൽക്കുകയായിരുന്നു. അപ്പം സാറേ ഇങ്ങോട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടേക്ക് കയറിയിരുന്നു. അപ്പോൾ ഈ പണിശാല അകത്ത് തന്നെയുണ്ട്. ആ അന്നത്തെ പൂർവാശ്രമത്തിനകത്ത് പണിശാല ഉണ്ടായിരുന്നു. ആലപ്പണി അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ പണി ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഒലയിലൊക്കെ തീ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചോദിച്ചു. അവിടെയാണ് പറഞ്ഞു ഞാൻ അതുവഴി പിള്ളേരുടെ സ്ഥലം വഴിയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അവിടെ വന്ന് എൻ്റെ വീട്ടിൻ്റെ നേരെ എതിരെ ഒരു കുളമുണ്ട് നാഷണൽ ഹൈവേയുടെ സൈഡിൽ. ഞാൻ ആ കുളത്തിൻ്റെ സൈഡിൽ വന്ന് ഞാൻ വിശ്രമിച്ചിട്ടുണ്ട് പിള്ളേ എന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നു പോയപ്പോൾ അങ്ങനെ ഞാൻ അവിടെ വന്ന് ഇരുന്നിട്ടുള്ള ഒരിതാണ് എന്ന് പറഞ്ഞ് എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള അത് വെറുതെ ചോദിച്ചാണ്. എല്ലാം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് അറിയാത്തതായി എന്തെങ്കിലും ചോദിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ഞാനും അപ്പോൾ പറയാനുള്ളത് എല്ലാം ഒക്കെ പറഞ്ഞു, എൻ്റെ വിവരങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒക്കെ നിന്നിട്ട് എന്തെങ്കിലും ഒത്തിരി കഴിക്കാൻ വെള്ളം എന്തെങ്കിലും കൊണ്ട് കൊടുക്കണം പിള്ളേന്ന് അവിടെ ആരുടെ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്തതാണ് ഓർമ്മ. കൊടുത്തു എന്താ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഉടനെ ഒരു ഗ്ലാസ് കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഗ്ലാസ് കൂടെ എടുത്ത് അതിൻ്റെ നേര് പകുതി എടുത്ത് എനിക്ക് തന്നു. അപ്പം സാറിന് വേറെ ഒരു ഇതും കൊണ്ട് കൊടുത്തു. അപ്പം ഞാനതാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു അമൃതമായിട്ടും പിന്നെ അതൊരു സൗഭാഗ്യം, ഒരു ഭയങ്കര ഒരു അനുഭവമായിട്ട് ഞാൻ കരുതുന്നു. ഞാനത് കുടിച്ച് അങ്ങനെ ഇരുന്നു. കുറേ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയമൊക്കെ വരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ അതങ്ങനെ പറയുള്ളൂ. ഉള്ളത് എന്തെങ്കിലും കഴിക്കണം. ചില സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ ചൂടുവെള്ളമായിരിക്കും കിട്ടുന്നത്. പക്ഷെ അത് അമൃതോപമായിരിക്കും. അമൃത കഴിച്ച ആ ഒരു അതിനെനിക്കുണ്ടാകും. ആ ഒരു അനുഭൂതിയാണ്. പിന്നെ എല്ലാ 1-ാം തീയതിയും ഞാൻ കഴിയുന്ന സമയത്തൊക്കെ അവിടെ എത്താറുണ്ട്. വരുമ്പോൾ ഈ കൈനീട്ടം കൊടുക്കുന്നത് എല്ലാ 1-ാം തീയതിയും കൊടുക്കുമല്ലോ. മലയാള മാസം 1-ാം തീയതി കൈനീട്ടം അതൊരു പതിവാണ്. അത് ഞാൻ മുടങ്ങാറില്ല, കഴിയുന്നതും മുടങ്ങാറില്ല. പിന്നെ എന്തെങ്കിലും അവിചാരിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നെങ്കിൽ വരാതിരിക്കും. അല്ലെങ്കിൽ അത് മുടങ്ങാതെ ഞാനും വരും, ഞങ്ങൾ രണ്ടുപേരും വരും. അന്ന് ഈ സദ്യ ഉണ്ടോ 1-ാം തീയതി സദ്യ കൊടുക്കുന്നത് റോഡിലാണ്. അന്ന് ഈ കെട്ടിടങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ അത് പറയണ്ടല്ലോ, അറിയാമല്ലോ, അദ്ദേഹത്തിന് അറിയാം, ശരിക്കും അറിയാം. വണ്ടിയൊക്കെ പോകുമ്പോൾ അതിന്റെ പൊടിയെല്ലാം അടിച്ച് ആ സൈഡില് അവിടെ ഇരുത്തി എത്രയും ജനങ്ങൾ അവിടെ ഇരുന്ന് എത്ര ദൂരെ നിന്ന് വന്ന് ആഹാരം കഴിച്ച്. ശരിക്കും ഈ ദേവങ്കോടെന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഒരു സാധാരണ ഒരു വളരെ കൂടുതലും വളരെ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിന് ഇന്ന് അവിടുത്തെ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ആ തരത്തിലാക്കി തീർത്ത് ഈ ആശ്രമം വന്നുകൊണ്ടും ഭഗവാന്റെ ആ ഒരു കാൽസ്പർശം ഏറ്റത് കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എത്രയോ ദൂരെ എത്രയോ കുടുംബക്കാർ പുറമ്പോക്കി താമസിക്കായിരുന്നു. ഉണ്ടായിരുന്നു. കള്ളിക്കാട് ജംഗ്ഷൻ വിട്ടാൽ പരുത്തിപ്പള്ളി പോകുന്നത് വരെ സൈഡുകളിൽ പുറമ്പോക്കുകാർ എല്ലാം കാച്ചിമൻ്റെ ഏരിയയിൽ അവർ ഇത് വച്ച് വീട് വെച്ച് താമസിക്കുന്നവരാണ്. അത്ര ദരിദ്രരായിരുന്നു. ആ സമയത്താണ് ഭഗവാൻ അന്നദാനം തുടങ്ങിയത്. കഞ്ഞിവെഴുത്ത് സ്റ്റാർട്ട് ചെയ്ത ഈ കഞ്ഞിവെഴുത്ത് നമ്മൾ നടത്തുന്ന സമയത്ത് കഞ്ഞിവെഴുത്ത് തുടങ്ങി നമ്മളൊരു 11:30-12 മണിക്കാണ് അന്നം കൊടുത്തു തുടങ്ങുന്നത്. പക്ഷേ
രാവിലെ 9 മണിയാവുമ്പോഴേ ആളുകൾ വന്ന് കാവലിരിക്കും. ആണാണ്. കാരണം വിശപ്പിന്റെ ആധിക്യം കൊണ്ട്. അതെ അതെ. എന്നിട്ട് കഞ്ഞി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് നോക്കി നിൽക്കും. കാരണം ചെറുപ്പഴകളും കൊടുക്കുമോ. ഇന്ന് ആഹാരത്തിന് വിളിച്ചാൽ പോലും കുറച്ചുകൂടി കഴിയും. കാരണം വിശപ്പില്ല. അന്ന് വിശപ്പിന്റെ ആധിക്യം. ഒരു നേരം ആഹാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അന്ന് വിശക്കുന്നവർക്ക് വേണ്ടി ആഹാരം കൊടുത്തോണ്ടിരുന്നു. ഇന്നിപ്പോ എല്ലാ സ്ഥലത്തും അന്നദാനമുണ്ട്. അമ്പലങ്ങളില് ബാക്കിയല്ല. ജോലി ചെയ്യാതെ വീട്ടിൽ വെക്കണ്ടല്ലോ. ഈ കട അന്നദാനം പറ്റിയ മാർഗത്തില് പറ്റിയ പറഞ്ഞ് അവിടെ പോയിരുന്ന് അമ്പലങ്ങളിലെല്ലാം ഞാൻ പല അമ്പലങ്ങളിലും പോണവര് ഏകദേശം അന്നദാനത്തിന്റെ സമയം ആവാറാവുമ്പോഴാണ് എല്ലാം ശ്രമിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ആഹാരം കഴിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉച്ചയ്ക്കുള്ള ആഹാരം ഓക്കെ ആയി, വീട്ടിലൊന്നും വെക്കണ്ട. അപ്പൊ ഇന്ന് ഈ ഒരു അവസ്ഥയിലല്ല, അന്നത്തിന് ഇല്ലാത്തോണ്ടല്ല, ഇന്ന് എല്ലാവരും അന്നം ഉള്ളവരാണ്. എന്നിട്ട് ഇന്നിപ്പോൾ അന്നദാനം എന്ന് പറയുമ്പോൾ എല്ലാവരും പോകുന്നു. ഇപ്പോൾ എല്ലായിടത്തും ശരിക്കും പറഞ്ഞാൽ ഭഗവാനാണ് ആ നാട്ടില് ആ പ്രദേശത്ത് ആദ്യമായിട്ട് അന്നദാനം തുടങ്ങിയത്. ഇന്നിപ്പോൾ ആ അന്നദാനം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് സർവ്വക്ഷേത്രങ്ങളിലും സർവ്വ ആരാധനാലയങ്ങളിലും ഇപ്പൊ അന്നദാനമുണ്ട്. ആ അന്നദാനം തുടങ്ങി വെച്ചത് തമ്പുരാനാണ്. അന്ന് തുടങ്ങി വെച്ച അവസ്ഥയിൽ നിന്നെല്ലാം മാറി ഇന്ന് എല്ലാവരും അന്നത്തിന് നിവർത്തിയുള്ളവരായി, എല്ലാവരും സമ്പന്നരായി. ഇന്നിപ്പം നിവർത്തി ഒരു നേരം ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്തവരായി എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ ആരും കാണുമെന്ന്. എല്ലാവർക്കും നിവർത്തിയായി. ആ അവസ്ഥയിലേക്ക് ഭഗവാൻ അന്നദാനം തീർച്ചയായിട്ടും ആ ഏരിയയ്ക്ക് ഭയങ്കരമായ വ്യത്യാസം വന്നത്. അതുപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവന്നത് ആ ഏരിയയ്ക്ക് തന്നെ എന്തുമാത്രം ഭയങ്കരമായ ഒരു മാറ്റം വന്നു. ഒരു സാമൂഹ്യ പരിഷ്കൃതമായിരുന്നു അദ്ദേഹം. 100% ഭയങ്കര ഇതായിട്ടായിരുന്നു. കാരണം അതിൽ ആ സ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ പറയാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ ഉള്ള ഒരു പ്രദേശത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള് കൊണ്ടുവരിക എന്നത് അസാധ്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം CBSE ലെവലിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും കോസ്റ്റ് കൂടുതലാണ് മറ്റ് സാധാരണ സ്കൂളുകളെ അപേക്ഷിച്ച്. അപ്പോൾ പല കുട്ടികളും ഇനി നമ്മളെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അനിവാര്യമാണ്. അവർക്ക് എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിനോ മറ്റു കാര്യങ്ങൾക്കോ പോകുമ്പോൾ ഇംഗ്ലീഷ് അറിവില്ലാതെ പോകുന്നതിൻ്റെ പേരിൽ എത്ര പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്കും നാട്ടിൻ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ല. അപ്പോൾ ഈ സമയത്ത് ഇത് കണ്ട് മനസ്സിലാക്കിയ ഭഗവാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതും 5 പൈസ വരുമാനം ഉണ്ടാവില്ല എന്ന് കണ്ടിട്ട് തന്നെയാണ്. മറ്റെല്ലാം ഇന്നിപ്പോൾ 2-3 സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് സ്കൂള്, മറ്റൊന്ന് ഹോസ്പിറ്റല്, 3 മറ്റ് സ്ഥാപനങ്ങൾ. ഈ 2 സ്ഥാപനങ്ങളെ ഉദ്ദേശ ലക്ഷ്യവും മറ്റ് ബാറും കാര്യങ്ങളും അത് വലിയ ലെവലിലേക്ക് പോട്ടെ. ഈ 2 സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും ശരിക്കും സാമ്പത്തിക തന്നെയാണ്. കാരണം മക്കൾക്ക് വേണ്ടി എന്തും ചിലവാക്കുന്ന പാരൻസ് എത്ര രൂപ കൊടുത്തും ഇവിടെ തന്നെ സിറ്റിക്കകത്ത് പല സ്കൂളുകളിലും ഇൻ്റർനാഷണൽ സ്കൂളുകളിലൊക്കെ കൊച്ചു 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ലക്ഷമൊക്കെയാണ് ഫീസ്. അപ്പോൾ ഇത് ഇന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ചിലവഴിക്കും. കാരണം വിദ്യ ആണ് വലുത്. ഇതൊന്നുമില്ലാത്ത നാട്ടിൻ പ്രദേശത്തിന് വേണ്ടി ഭഗവാൻ തുടങ്ങി വെച്ചതാണ് ആ സ്കൂള്. തീർച്ചയായും ഒരു ക്രാന്തദർശിയായിരുന്നു. 100% ത്രികാലജ്ഞാനിയായിരുന്നു. അദ്ദേഹം അത് കണ്ടിട്ട് ശരിയാണ്. അത് മാത്രമല്ല, അതിനേക്കാൾ വലിയ ഒരു സാമൂഹിക പരികർത്താവായിരുന്നു എന്നുള്ളതിന് തെളിവാണ് പൊതു ശ്മശാനം. മനസ്സിലായില്ലേ? ഡെഡ് ബോഡിയും കൊണ്ട് അടക്കാൻ സ്ഥലമില്ലാതെ, എവിടെയെങ്കിലും കുഴിച്ചിടാൻ സ്ഥലമില്ലാതെ ഡെഡ് ബോഡി ആയിട്ട്, അതായത് 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത ആളുകൾ എവിടെ കുഴിച്ചിടും? ഈ ബോഡിയുമായി നടക്കുന്ന കണ്ട ഭഗവാൻ വിഷമത്തോടു കൂടി സ്ഥാപിച്ചതാണ് പൊതു ശ്മശാനം. എല്ലാവർക്കും അന്ത്യം ഉറങ്ങാൻ ഒരിടം. അതും ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. കാരണം ഒരു പൈസയും ഇല്ലാത്തവർക്ക് അവിടെ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് ഭഗവാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ആർക്കും ചെന്നെത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സംഭവമാണ്. 100%. അവിടെ പോലും ഈ പൊതു ശ്മശാനം എന്ന് പറഞ്ഞാൽ ആരുടെയും ചിന്തയിൽ വരാത്ത ഒരു കാര്യം. അതിൽ 5 പൈസ നേട്ടമുള്ള കാര്യമല്ല. അപ്പോൾ ആരുടെയും ചിന്തയിൽ വരില്ല. പക്ഷേ അത് അദ്ദേഹം ഭഗവാന്റെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ വലിയ കാഴ്ചപ്പാടായിരുന്നു. ആ തരത്തിൽ ചെയ്തു. അതുപോയിട്ട് ആ സ്ഥലത്തിന് വന്ന വ്യത്യാസം ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളല്ലേ വന്നു. ഇന്നിപ്പോൾ മാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശ്രമത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം, ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ തൊട്ട് കിടക്കുന്ന സ്ഥലം,
അവിടെ അവർ 5 സെൻറ്റ് സ്ഥലം വിൽക്കണം എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് എൻ്റെ റേറ്റൊക്കെ? അത് വളരെ കൂടുതലല്ലേ, ഇപ്പോൾ ഇവിടെ 7 ലക്ഷം രൂപയുണ്ട് ഒരു സെൻറ്റിന്. ഒരു സെൻറ്റിന് 7 ലക്ഷം രൂപ. എവിടെ? ഇതുപോലെ ഒരു കുഗ്രാമത്തിൽ. അപ്പോൾ അവിടെ എങ്ങനെ 7 ലക്ഷത്തിലേക്ക് പോയി എന്ന് വെച്ചാൽ ഭഗവാന്റെ പ്രഭാവം. അത് തന്നെ, തീർച്ചയായിട്ടും അതിന് സംശയമൊന്നും വേണ്ട. അവിടെ ഇന്നും അതുപോലെ ഒരു സ്ഥലത്തിന്, അപ്പം ഞാൻ ആ വസ്തുവിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തുമാത്രം അവിടെ പരിഷ്കൃതമാക്കി ഭഗവാൻ മാറ്റി എന്നാണ്. അപരിഷ്കൃതമായി കിടന്ന സ്ഥലത്തെ എന്ന് വെച്ചാൽ നടന്നു പോകാൻ പേടിക്കുന്ന സ്ഥലം. ഞാൻ കൊച്ചിലേക്ക് കള്ളിക്കാട്ട് നിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി സന്ധ്യ ആയിപ്പോയാ, ഒന്ന് ഇരുട്ടി പോയാൽ ഞാൻ ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകും. ആശ്രമത്തിലേക്ക് പിറ്റുന്നതൊക്കെ വേണ്ടി എന്തെങ്കിലും സാധനം സൈക്കിൾ വന്നതിന് ശേഷം സൈക്കിൾ ഇല്ല, അന്ന് സൈക്കിളും ഇല്ല. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന സാധനം വാങ്ങിച്ചിട്ട് കള്ളിക്കാട്ട് മറ്റേ ബാഗ് പണിക്കര കടയിൽ നിന്നോ താഴെ ചന്ദ്രേട്ടൻ്റെ കടയിൽ നിന്നോ സാധനം വാങ്ങിച്ചിട്ട് അവിടുന്ന് ഓരോറ്റ ഓട്ടം. എനിക്ക് പേടി. ആ കുരിശുപടിയിൽ അവിടെ അത്രയും ദൂരം ഉണ്ടല്ലോ, അവിടെ അവിടെ വരുമ്പോൾ ഒരു ഭയാനകമായിട്ട് ഒരു സൗണ്ട്, ചെറിയ വിളി, ചില്ലിടൊക്കെ വിളിക്കുന്നതായിരിക്കും. പക്ഷെ എനിക്കതിലെ വരുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ കള്ളിക്കാട്ടുന്ന ഒരു ഒറ്റ ഓട്ടം ആശ്രമം വരെ ഓടും. പിന്നെ തിരിഞ്ഞു നോക്കില്ല. എനിക്ക് വന്ന് ബാക്കിൽ ആരോഗ്യം വന്നാൽ പോലെ എൻ്റെ എത്തല്ലെന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടം 1 കിലോമീറ്ററോളം ദൂരം ഒരു ഒറ്റ സാധനം കൊണ്ട് ഓടും. ആ അവസ്ഥയിൽ കിടന്ന സ്ഥലമാണ്. അതെ അതെ. ഇന്നിപ്പം സിറ്റി പോലെയായി. സിറ്റിയെക്കാളും കുറച്ചുകൂടെ മുമ്പോട്ടായി. വേണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ 7 ലക്ഷത്തിനൊക്കെ കിട്ടും പല സ്ഥലങ്ങളിൽ. പക്ഷെ അവിടെ കിട്ടില്ല. അത്രയ്ക്ക് അവിടെ അത്രയും പുണ്യഭൂമിയാക്കി. അതാണ് അതിനെക്കാട്ടും പുണ്യഭൂമിയാക്കി. അപ്പൊ പുണ്യഭൂമി ആയപ്പോ എന്ത് ചെയ്തു? അവിടെയുള്ള ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടു. അതെ. പണ്ട് കള്ളിക്കാട്ട് നിവർത്തി ഉണ്ടായിരുന്ന എത്ര കുടുംബങ്ങളുണ്ട്? അതെ, വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അന്നൊക്കെ അവിടെ വരുന്ന സമയത്ത് എത്ര കുടുംബങ്ങളുണ്ട്? ഒന്ന് കള്ളിക്കാട് ജംഗ്ഷനിൽ ഒരുപാട് നിവർത്തിയുള്ള കുടുംബം എന്ന് പറയുന്നത് സുമാര സാറിൻ്റെ കുടുംബമായിരുന്നു. സാറിൻ്റെ കുടുംബം, അതായത് താഴെവിളാകം കുടുംബം. അത് തന്നെ, താഴെവിളാകം കുടുംബം. ആ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഡാമിലോട്ട് പോയാൽ വേലിപ്പിള്ളവാൻ്റെ അതുണ്ട്. പെരിഞ്ഞാങ്കടവിലേക്ക് പോയാൽ പണ്ട് മറ്റേ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം, നമ്മളെ ലോഡ്ജൊക്കെ ഉണ്ടായിരുന്ന പുള്ളിയുടെ സ്ഥലം. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ പൂനേന്ദ്രൻ്റെ കുടുംബം. ഇങ്ങനെ ചില കുടുംബമായി ഒഴിച്ചാൽ ബാക്കിയെല്ലാം ദാരിദ്ര്യത്തിലാണ്. ഇന്ന് എവർക്ക് ഒപ്പവും എവർക്ക് മുകളിലുമായി. അതെ, തീർച്ചയായും. ഇവരൊന്നുമല്ല, ഇവർക്ക് ഒപ്പമായവരും ഇവർക്ക് മുകളിലായ ആൾക്കാരുമായി മാറി. ഞാൻ കൊച്ചിലെ കാണുമ്പോഴാണ്. കാരണം പണ്ട് നമ്മൾ ആശ്രമത്തിലേക്ക് വേണ്ടി ശരിക്കും പാത്രമൊക്കെ എടുക്കാൻ പറ്റും. അന്ന് പാത്രം എടുക്കുമ്പം ആദ്യ സമയത്ത് പാത്രം എടുക്കുന്നതെല്ലാം സുമാര സാറിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ പാത്രം എടുക്കാനായിട്ട് ഞങ്ങൾ പിള്ളേരെല്ലാം കൈവണ്ടിയിൽ വെച്ചാണ് ഞങ്ങൾ പാത്രം എടുക്കാൻ വേണം. കൈവണ്ടി വെച്ച് പാത്രവും കഞ്ഞി വീഴ്ത്തിനുള്ള എല്ലാ കടകളിൽ നിന്നും ഒരു പാത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ കുറച്ച് അരി വീതം തരും. അരി, പലവ്യഞ്ജനം എന്തെങ്കിലുമൊക്കെ തരും. ചിലപ്പോൾ കുറച്ച് പയറ്, അരി ഇതൊക്കെ തരും. ഇതെല്ലാം കൂടി വെച്ചാണ് നമ്മൾ കഞ്ഞി വീഴ്ത്തി നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി എടുക്കാൻ പോകുമ്പോൾ അന്ന് നമുക്കൊരു ഈ വലിയ ഉത്സാഹത്തിലാണ് നമ്മൾ സുമാര സാറിൻ്റെ വീട്ടിൽ പോണേ. അത് ഈ പാത്രം എടുക്കണ മാത്രമല്ല, ചെന്ന എന്തെങ്കിലും അമ്മ നമുക്ക് തരാതെ വിടില്ല. മനസ്സിലായില്ലേ? ഒന്ന് അവിടെ ഇരിക്കണ ചായ ഉറപ്പ്, അല്ലെങ്കിൽ മോരും വെള്ളം, പിന്നെ എന്തെങ്കിലും കഴിക്കാനായിട്ട് പഴമോ എന്തെങ്കിലും സാധനങ്ങൾ തരും. അപ്പോൾ അന്ന് ആഹാരത്തിനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതും കൂടി തന്ന് നമുക്ക് ഒന്നും തരാതെ വിടില്ല. ആശ്രമത്തിൽ നിന്ന് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. ആശ്രമത്തിൽ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ സാറുണ്ടെങ്കിലും എല്ലാവർക്കും എന്തെങ്കിലും തന്നു വിടും. അപ്പോൾ അന്ന് ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകണം. അതിന് ശേഷമാണ് മറ്റേ വൈദ്യൻ്റെ അവിടെ നിന്നും കൂടി പാത്രം എടുക്കുമായിരുന്നു. മൈലക്കര വൈദ്യർ അവിടെ നിന്ന് പാത്രം എടുക്കുമായിരുന്നു. വൈദ്യരും അവിടെ കുറേ പാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ നമ്മളിന്ന് വാടകയൊന്നും വാങ്ങൂല. അദ്ദേഹം ആശ്രമത്തിൻ്റെ ആവശ്യത്തിനുള്ള പുള്ളി നമുക്ക് എല്ലാ പാത്രവും തരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അന്നത്തെ ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഇപ്പോൾ കള്ളിക്കാട്ടിൽ ലക്ഷപ്രഭുക്കളല്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കോടീശ്വരന്മാരല്ലെങ്കിൽ പോലും ലക്ഷപ്രഭുക്കളാണ്.
അപ്പോൾ ഇന്നൊരു ചെറിയ മാടം കെട്ടി കിടക്കുന്നവനും കള്ളിക്കാട് ജംഗ്ഷനിൽ കിടക്കണമെങ്കിൽ അവന് ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടെങ്കിലേ കിടക്കാൻ പറ്റുള്ളൂ. കാരണം വസ്തുക്കളെല്ലാം അത്രയും വിലയായി, അത്രയും വസ്തുവിന് വിലയായി. അവിടുത്തെ ജീവിതചര്യ മാറി. കുട്ടികളെല്ലാം അവിടെ ജോലിയില്ലാത്ത ഒരു വീടുകളും ഇപ്പോൾ ഇല്ല. എല്ലാ വീട്ടിലെ വന്ന തലമുറയിലുള്ള കുട്ടികൾക്കും. കാരണം അതിനെല്ലാം പ്രധാന കാരണം മന്ത്രജപത്തിൻ്റെ ശക്തി. തീർച്ചയായിട്ടും മനസ്സിലായില്ലോ? അവിടുത്തെ ഈ മന്ത്രജപം, ഭഗവാന്റെ കാരുണ്യം, അതിനൊപ്പം തന്നെ ആ മന്ത്രജപം എത്ര ദൂരം ഈ മന്ത്രധ്വനി കേൾക്കുന്നുവോ അവിടെ എല്ലാം ശുദ്ധമായി മാറും. ഹരേ രാമ മന്ത്രം പിന്നെ അത് അന്തരീക്ഷത്തിൽ മുഴങ്ങി ഷോഡശ മഹാമന്ത്രം. അതിൽ ഷോഡശ മഹാമന്ത്രം എന്ന് പറയുമ്പോൾ ആളുകൾക്കെല്ലാം ഈ ഹരേ രാമ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഹരേ എന്ന് പലരും ഇങ്ങനെ കേൾക്കും. ഹരേ രാമ ഹരേ രാമ എന്നൊക്കെ, കൃഷ്ണ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്നൊക്കെ അതിൽ മന്ത്രത്തിൽ പറയും. ഭഗവാൻ എന്തുകൊണ്ട് ഈ മന്ത്രം തന്നെ ആളുകൾക്ക് ഉപദേശിച്ച് കൊടുത്തു എന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാവരും വിളിക്കും ഭഗവാൻ വിഷ്ണു ആണോ, ഭഗവാന്റെ മന്ത്രം ഭഗവാൻ എല്ലാവരെ കൊണ്ട് പറയിക്കുന്നതാണോ? ഭഗവാൻ ഈ മന്ത്രമൊന്നും പറയണത് ഞാൻ കേട്ടിട്ടുമില്ല, ഞാൻ കൊച്ചിലേട്ടോടെ തന്നെയാണ് കേട്ടിട്ടുമില്ല, ഭഗവാൻ അതൊന്നും പറയാറുമില്ല. അപ്പോൾ പക്ഷേ എന്തുകൊണ്ട് നമ്മളെ പറയിക്കുന്നു എന്ന് വെച്ചാൽ ഹരേക്കാണ് പ്രാധാന്യം. രാമനും കൃഷ്ണനും അല്ല പ്രാധാന്യം. ഹരേ ഹരേ എന്ന് പറഞ്ഞാൽ ഹരിക്കണേ ഭഗവാനെ, എൻ്റെ ദുരിതം, എൻ്റെ അജ്ഞത, എന്നിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ്, എൻ്റെ ദോഷങ്ങളെ എല്ലാം ഹരിച്ച് എന്നെ മുക്തിയിലേക്ക് കൊണ്ടുപോകണേ ഭഗവാനെ, അതാണ് ഹരേ. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ രാമ എന്ന് വിളിക്കുന്നുവോ അത്രയും പ്രാവശ്യം ഹരേ എന്ന് വിളിക്കും. എത്ര പ്രാവശ്യം കൃഷ്ണ എന്ന് വിളിക്കുന്നുവോ അത്രയും പ്രാവശ്യം ഹരേ എന്ന് വിളിക്കും. അല്ലയോ കൃഷ്ണ ഭഗവാനെ, എൻ്റെ ദുരിതം മാറ്റിത്തരണേ, ഇതാണ് ഹരേ. ഈ ഹരേ രാമ എന്നുള്ളിടത്ത് ഹരേ ശിവ എന്ന് വിളിച്ചാലും മതി, ഹരേ ദേവി എന്ന് വിളിച്ചാലും മതി, ഹരേ അള്ളാ എന്ന് വിളിച്ചാലും മതി, ഹരേ ക്രിസ്തു എന്ന് വിളിച്ചാലും മതി. ഹരേക്കാണ് പ്രാധാന്യം. ഇതാണ് ഷോഡശ മഹാമന്ത്രം. ഇതാണ് മഹാമന്ത്രത്തിൻ്റെ ശക്തി, അല്ലാതെ രാമനും കൃഷ്ണനോട് വന്നതുകൊണ്ടല്ല. അപ്പോൾ ഈ മന്ത്രമാണ് ഭഗവാൻ കണ്ടുപിടിച്ച് ഈ അജ്ഞാനികളായ ആൾക്കാർക്ക്. അപ്പോൾ ശരിക്ക് സപ്തഋഷികൾ ഉപദേശിച്ചു കൊടുത്തതാണ് രാമരാമ മന്ത്രം. മരാമര എന്ന് പറഞ്ഞ് രാമരാമ മന്ത്രം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ മന്ത്രത്തിൻ്റെ കൂടെ ഇത്രയും ശക്തി മന്ത്രം ആണ് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം. ഇതാണ് ഭഗവാന്റെ ആശ്രമങ്ങളിൽ നിൽക്കുന്നത്. അതും ഉത്സവ സമയം വരുമ്പോൾ ഇപ്പോൾ 72 മണിക്കൂറാണ് കണ്ടിന്യൂസ്, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ 72 മണിക്കൂർ എത്രയോ പേര് ജപിക്കുകയാണ്. അപ്പോൾ എത്രയോ ലക്ഷം മന്ത്രം ഉരുവിടുകയാണ്. ഈ മന്ത്രധ്വനി മൊത്തം ആ പ്രദേശത്ത് ഒഴുകി നടക്കുകയാണ്. മന്ത്രം ഒരിക്കലും നശിക്കില്ലല്ലോ, ഇതിങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ വായുവിൽ ലയിച്ച് ഒഴുകി നടക്കുകയാണ്. ഇത് ശ്വസിക്കുകയും ഇത് കേൾക്കുകയും ഇതെടുക്കുകയും ചെയ്യുന്നവരിൽ എല്ലാം ദൈവീയ പ്രഭാവം ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ജാതി മത ഭേദമന്യേ. അതുകൊണ്ട് നമ്മളെ ചുറ്റുപാടിലുള്ള ജാതി മത ഭേദമന്യേ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഗുണമുള്ളത്, ഭഗവാന്റെ കൂടെ ജാതി മത ഭേദമന്യേ ആർക്കും വിരോധമില്ലായിരുന്നു. ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പോലും ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഇല്ല, ഭഗവാന്റെ കൂടെ ഇല്ലായിരുന്നു. അത് ഇവിടെ ആവട്ടെ പോത്തങ്കോടാവട്ടെ, അദ്ദേഹത്തിന് കൂടെ ഏറ്റവും കൂടുതൽ സ്നേഹിതന്മാരും ഏറ്റവും കൂടുതൽ ഉള്ളതും മറ്റ് മതസ്ഥരുമാണ്. കാരണം ഭഗവാൻ അത്രയ്ക്ക് ഭഗവാനല്ലേ, അവിടെ ജാതിസ്ഥനല്ലല്ലോ, മതസ്ഥനല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു ലെവലിൽ ആ നാട്ടിനെ കൊണ്ടുപോയി. നമുക്കത് ഉൾക്കൊള്ളാനോ നമുക്കതിനനുസരിച്ച് ഉയരാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ആ പരബ്രഹ്മമൂർത്തിക്ക് പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഭഗവാൻ കൂടി അറിഞ്ഞ അറിവാണ്. ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് പറയണതാണ്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആത്മാക്കൾ, നമ്മൾ പറയും പരമാത്മാവിൻ്റെ മക്കളാണ് ജീവാത്മാക്കൾ എന്ന് ഇങ്ങനെ പറഞ്ഞ് ആളുകളെല്ലാം ഗ്രന്ഥങ്ങളിലെല്ലാം പറയും. പരമാത്മാവ് എൻ്റെ ആജ്ഞ പാലിക്കാൻ വേണ്ടി ജീവാത്മാക്കൾ നിൽക്കണം. പരമാത്മാവിൽ നിന്ന് പരമാത്മാവിൽ എത്തുന്നത് വരെ ജനിച്ചുകൊണ്ടേയിരിക്കും. ഇതാണല്ലോ സിസ്റ്റം. അപ്പോൾ പരമാത്മാവ് എൻ്റെ മക്കളായി വന്ന് കർമ്മഫലം പൂർത്തിയാക്കി തിരിച്ച് പരമാത്മാവിൽ ലയിക്കും. പക്ഷേ അങ്ങനെയല്ല. പരമാത്മാവിൻ്റെ താഴെ ഈ പരമാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന സോള് തിരിച്ച് പരമാത്മാവിലെത്തുന്നതിന് മുമ്പ് കുറേ ദൗത്യങ്ങൾ നിറവേറ്റും. അപ്പോൾ പരമാത്മാവിൽ നിന്ന് ജീവാത്മാവിലേക്ക് വന്നിട്ട് ജീവാത്മാവിലുണ്ടാകുന്ന കർമ്മഫലം കുറയുന്ന അനുസരിച്ച് ജീവാത്മാവ് ദേവാത്മാവാവും. ദേവാത്മാവാവും. ഈ ദേവാത്മാക്കളെയാണ് നമ്മൾ പരദേവത എന്ന് പറയുന്നത്. കുടുംബത്തിലെല്ലാം പരദേവത ദേവാത്മാവാണ്. അപ്പോൾ ഈശ്വരനെ കണ്ടവരാണ്. അപ്പോൾ മഹർഷിവര്യന്മാർ കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കും.
അവർ പരമാത്മാവ്, അവർ കുലദേവതയായിട്ട് മാറും. അപ്പോൾ അവർ ആരായി? ദേവാത്മാവായി. ചില ആത്മാക്കൾക്ക് ഈ ജീവിച്ചിരിക്കുമ്പം അവർ സ്വഭാവങ്ങൾ കാണിക്കുന്ന പോലെ മരിച്ചാലും കാണിക്കും. അത് ദുരാത്മാക്കളാവും. ആത്മാക്കൾ ആരാണ്? ദുരാത്മാക്കൾ. ഇവരാണ് ചില ആളുകളെ ശരീരത്തിൽ കയറി ഉപദ്രവിക്കും. പല ദുഷ്ട ആത്മാക്കൾ അല്ലെങ്കിൽ ദുർമാന്ത്രികന്മാർ ഇവരെ കൂടെ വയ്ക്കും. ഇതൊക്കെ ഞാൻ ജ്യോതിഷവും കൂടി നോക്കുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ആത്മാക്കളെയും ശുദ്ധീകരിച്ച് ഇവർ പിന്നെയും സാത്വിക ആത്മാക്കളായിട്ടേ ദേവാത്മാക്കളായി പരമാത്മാവിലേക്കുള്ളൂ. ഇതൊക്കെ വലിയ പ്രോസസ്സാണ്. ദേവാത്മാവാതെ പരമാത്മാവിൽ ലയിക്കാൻ പറ്റില്ല. അല്ലാതെ ഈസി ആയിട്ട് ചില ആൾ പറയും എനിക്കിനി ജന്മമുണ്ടോ, ഞാനിത് ഈ ജന്മത്തോടുകൂടി തീരുമോ? ഇവർ ജന്മം തുടങ്ങിയതേ ഉള്ളൂ, യാത്ര തുടങ്ങിയതേ ഉള്ളൂ. ഇനി മറ്റേ കാശ്മീരിൽ പോകാൻ വേണ്ടി 1500 കിലോമീറ്റർ കിടക്കുകയാണ്. എവിടെ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്? കന്യാകുമാരി നിന്നുകൊണ്ട് ചോദിക്കുകയാണ് എൻ്റെ യാത്ര തീരാറായോ? തുടങ്ങിയതേ ഉള്ളൂ, അവിടെ ഇനി കാശ്മീരിൽ പോകണം എന്ന് പറയും പോലെ ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്ത് കർമ്മഫലം അത്രയും എരിഞ്ഞടങ്ങി തീരണം. അപ്പം നമ്മൾ ഓരോന്ന് അനുഭവിക്കുന്നതും കർമ്മഫലം കൊണ്ട് അനുഭവിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ഈ കർമ്മഫലത്തെ ഇല്ലാതാക്കാൻ പറ്റും, കംപ്ലീറ്റ് കത്തിച്ച് കളയാൻ പറ്റും. അതിന് ഒരു മഹായോഗിക്ക് മാത്രമേ പറ്റുള്ളൂ. യോഗി എന്ന് പറയുമ്പം ഈ ഓരോ സ്റ്റേജ് ഉണ്ട്. ഇത് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയണേ. അണ്ണൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് കൂടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞിട്ടുള്ള വഴിയാണ് 1,00,000 മനുഷ്യക്കോലങ്ങളിൽ ഒരു മനുഷ്യൻ കാണും. അപ്പോൾ ഒരു മനുഷ്യനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 1,00,000 പേരെ തപ്പണം. എല്ലാവരും പാൻറ്റും ചുരിദാറും സാരിയും ഇതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നടക്കണേ. ഇതിൽ 1,00,000 ഒരു മനുഷ്യൻ കാണും. ബാക്കിയെല്ലാം മനുഷ്യക്കോലങ്ങളാണ്. അവരോട് അടുക്കുമ്പോൾ അറിയാം ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം. ചിലത് മൃഗത്തിൻ്റെ ആയിരിക്കും, ചിലത് പട്ടിയുടെ ആയിരിക്കും, ചിലർ പൂച്ചയിലായിരിക്കും, ചിലർ പോത്തിൻ്റെ ആയിരിക്കും, ചിലത് സിംഹത്തിൻ്റെ ആയിരിക്കും. സിംഹത്തിൻ്റെയൊക്കെ ഉള്ളതാണെങ്കിൽ ദേഷ്യം വന്നാൽ എന്തെങ്കിലും കിട്ടുന്ന എടുത്ത് അടിച്ചു കളയും. എന്ന് വെച്ചാൽ അവരൊക്കെ പിന്നെ വേറൊന്നും അറിഞ്ഞുകൂടാ. പെട്ടെന്ന് അവർ ചിലർ കുറേ വിളിച്ച് പറയുള്ളൂ. പട്ടിയുള്ള സ്വഭാവം അത് പറയുള്ളൂ. അവരങ്ങ് പറഞ്ഞിട്ടങ്ങ് പോകും. കുരയ്ക്കുകയുള്ളൂ, കടിക്കില്ല. കടിക്കുന്നത് കുരയ്ക്കുകയില്ല, ചാടി കടിക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് ആ അടുത്ത് വരുമ്പോൾ ഈ ആത്മാവ് യാതിൽ നിന്ന് വല്ല പരിണാമമാണെന്നറിയാം. മറ്റതിൽ നിന്നെല്ലാം പരിണാമപ്പെട്ട് വരുന്നതാണ് മനുഷ്യനിലേക്ക്. അപ്പോൾ ഈ മനുഷ്യൻ 1,00,000 മനുഷ്യനിൽ 1,00,000 മനുഷ്യക്കോലങ്ങളിൽ ഒരു മനുഷ്യൻ കാണും. 1,00,000 മനുഷ്യനിൽ ഒരു ഭക്തൻ കാണും. അപ്പോൾ ഒരു ഭക്തനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 1,00,000 × 1,00,000. അപ്പോൾ 1,00,000 മനുഷ്യനിൽ 1,00,000 മനുഷ്യക്കോലങ്ങളിൽ ഒരു മനുഷ്യൻ കാണും. 1,00,000 മനുഷ്യനിൽ ഒരു ഭക്തൻ കാണും. അപ്പോൾ കോടികൾ എടുത്താലേ ഒരു ഭക്തനെ കാണുള്ളൂ. ഇന്നിപ്പം ഭക്തർ എന്ന് പറഞ്ഞ് കുറച്ച് ഒതുവലും വളർത്തി കുറേ കുറിയും പിടിച്ച് രുദ്രാക്ഷം ഇട്ട് കാവ്യം കൊടുത്ത് എവിടെയെങ്കിലും ഇരുന്നാൽ ഒരു പരമഭക്തൻ. ഇവൻ എങ്ങനെ ഭക്തൻ? മനുഷ്യൻ പോലും ആയില്ല. ഇത് ജീവിതമാർഗം. ഈ വേഷം ജീവിതമാർഗമാണ്, അല്ലാതെ വ്യക്തിയല്ല. ഒരു ഭക്തന് ഒരു ആവശ്യം വന്നാൽ അവൻ്റെ അടുത്തേക്ക് ദൈവം സഹായിക്കാൻ പോകും. അതിന് 1-2 ഉദാഹരണം ഞാൻ പറയാം. കുറുവിലമ്മ പരമഭക്തയാണ്. അവർ ദൈവമൊന്നുമല്ല, ഭക്തയാണ്, കൃഷ്ണഭക്തയാണ്. അപ്പോൾ അവർക്ക് അവളുടെ വയസ്സായി. അപ്പോൾ അമ്പലത്തിൽ പോകാൻ നിവർത്തിയില്ല. വീട്ടിൽ വെച്ച് കൃഷ്ണനെ ആരാധിക്കുകയാണ്. ആരാധനാമൂർത്തി ഭഗവാനല്ലേ, അപ്പോൾ ആരാധിക്കുകയാണ്. അങ്ങനെ ആരാധന നടത്തണം, വിളക്കൊരുക്കണം, പൂ പറിച്ചുകൊണ്ട് വരണം, അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കണം. എല്ലാം അമ്മയ്ക്കൊണ്ട് വയ്യ. എൻ്റെ കൃഷ്ണ, എന്നെ കൊണ്ട് പറ്റുന്നില്ല കൃഷ്ണ എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ എല്ലാ ദിവസവും അവിടെ ജോലിക്കാരനായിപ്പോയി. ഭഗവാൻ വന്ന് വിളക്കൊരുക്കി കൊടുക്കും അമ്മയ്ക്ക് ചെയ്യാൻ. ആൾക്ക് ഭഗവാന് പൂജയ്ക്ക് വേണ്ടി ഭഗവാൻ വിളക്കൊരുക്കുകയാണ്. ആലോചിച്ച് നോക്കുക. അതിനെന്താണ്? അമ്മയുടെ മനസ്സ് വേദനിക്കരുത്. ഭഗവാൻ അത് വേണ്ട, ഭഗവാൻ തൃപ്തനാണ്, അമ്മ ചെയ്തില്ലെങ്കിലും തൃപ്തനാണ്. പക്ഷേ അമ്മയ്ക്ക് സഹായിയായിട്ട് വന്ന് നിന്ന് വിളക്കൊരുക്കി തൂത്ത് കൊടുക്കും, പൂവൊക്കെ പറിച്ചുകൊണ്ട് കൊടുക്കും, എല്ലാം ചെയ്ത് കൊണ്ട് കൊടുക്കും, അമ്മയ്ക്ക് സഹായിക്കും. ഒരു ദിവസം എന്തോ ചെറിയ കാര്യത്തിൽ അമ്മ പെട്ടെന്ന് അമ്മയ്ക്ക് വിഷമം വന്ന് ദേഷ്യം വന്ന് പിറം കൈകൊണ്ട് അരുത് കൃഷ്ണ എന്നും പറഞ്ഞ് തള്ളി. പിറം കൈകൊണ്ട് ആരെയും അടിക്കരുത് എന്ന് പറയുമ്പോൾ അത് നികൃഷ്ടമാണ്. ആ തട്ടിയവൻ പറഞ്ഞില്ല അമ്മ, ഇനി നാളെ തൊട്ട് ഞാൻ അമ്മയുടെ അവിടെ ഞാൻ ഇനി വരില്ല. അമ്മ എന്നെ അവഹേളിച്ചു, ഞാൻ ഇനി വരത്തില്ല.
അപ്പോൾ ഒരു ഭക്തന് സഹായത്തിനായിട്ട് പൂന്താനത്തിന് പോകുന്ന സമയത്ത് പൂന്താനത്തിനെ ആക്രമിക്കാൻ പോയി. പൂന്താനത്തിൻ്റെ കയ്യിരുന്ന് എല്ലാം കൂടി പിടിച്ചു പറിച്ച് എടുക്കാൻ പോയപ്പോൾ കൃഷ്ണഭക്തനാണ്, കൃഷ്ണനെ കാണാൻ പോവുകയാണ്. ഗുരുവായൂരിലേക്ക് ഭഗവാനെ കാണാനായിട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹത്തെ കാട്ടിൽ വെച്ച് ആക്രമിക്കാൻ എല്ലാം കൂടി പിടിച്ചു പറിച്ചതിൻ്റെ പൊക്കണം സജ്ജയും കയ്യിരിക്കണം എല്ലാം കൂടി ഇടലാന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഉപദ്രവിക്കാൻ പോയപ്പോൾ അവിടെ മങ്ങാട്ടച്ഛൻ്റെ രൂപത്തിൽ ഭഗവാൻ വന്ന് ഇയാളെ രക്ഷപ്പെടുത്തി, അവരെ എല്ലാം ഓട്ടിച്ചിട്ട് രക്ഷപ്പെടുത്തിയിട്ട് അപ്പം കൊടുത്ത കൈ കിടന്ന മുതല ഊരി കൊടുത്തതാണ് രാവിലെ കൃഷ്ണ വിഗ്രഹത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അവിടെ എത്തണം. അപ്പോൾ ഒരു ഭക്തൻ്റെ പവറാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭക്തൻ്റെ പവർ. അപ്പോൾ 1,00,000 മനുഷ്യനിൽ ഒരു ഭക്തനേ ഉള്ളൂ. അപ്പോൾ ഈ കോലം കെട്ടി നടക്കണമെന്ന് ഭക്തരല്ല, 1,00,000 ഭക്തന്മാരിൽ ഒരു മുനി കാണും. അതിലും 1,00,000 ഭക്തന്മാരിൽ ഒരു മുനി കാണും. അപ്പോൾ ഒരു മുനി 1,00,000 ഭക്തന്മാരിലേ കാണുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഇന്ന് 800 കോടി ജനങ്ങളുള്ളതിൽ 8 മുനിമാരുണ്ടോ എന്ന് സംശയമാണ്. 8 മുനിമാരുണ്ടോ എന്ന് സംശയമാണ്. 1,00,000 മുനിമാരിൽ ഒരു യോഗി കാണും. യോഗി സ്റ്റേജ് എത്തുമ്പോൾ ഏകദേശം ദൈവങ്ങൾക്ക് മുകളിലോട്ടെത്തും. 1,00,000 യോഗിമാരിൽ ഒരു അവധൂതനുണ്ടാവും. 1,00,000 അവധൂതന്മാരിൽ ഒരു തുറവി വരും. 1,00,000 തുറവൈമാരിൽ ഒരു പെരുംതുറവി വരും. ഈ പെരുമ്പ് സ്റ്റേജ് എത്തുമ്പോൾ ഈശ്വര തുല്യരായവർ പ്രമോഷൻ്റെ അങ്ങറ്റെത്തി. അപ്പോൾ ഇവർക്ക് ശരിക്ക് ദേവന്മാരെ വരെ ശപിക്കാനുള്ള ശക്തിയുണ്ട്. അങ്ങനെയാണ് ദുർവാസാവൊക്കെ ഓടിച്ചിട്ട് ദേവേന്ദ്രനൊക്കെ ശപിച്ചിട്ടുള്ളത്. ദേവേന്ദ്രനൊക്കെ ഓടി തെറിപ്പിച്ചളയും. ശിവനെ ശപിച്ച ഇതൊക്കെ ഉണ്ട്, ബ്രഹ്മാവിനെ ശപിച്ചവരുണ്ട്, വിഷ്ണുവിനെ ശപിച്ചവരുണ്ട്. അപ്പം വിഷ്ണുവിനെ മുകളിലില്ലെങ്കിൽ ശപിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പം അണ്ണൻ എന്നെ അടിച്ച് തോപ്പിക്കണമെങ്കിൽ അടിച്ചെടുത്തിടണമെങ്കിൽ അണ്ണൻ എന്നെക്കാലം ആരോഗ്യം വേണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇവരൊക്കെ അതിന് മുകളിലെത്തിയവരാണ്. അങ്ങനെ ഈശ്വര പദവിയിലെത്തിയ ആളാണ് സാക്ഷാൽ ഭഗവാൻ. ഈ മുനിയോ യോഗിയോ ഇപ്പം ശരിക്ക് അവധൂത സ്റ്റേജ് എത്തുമ്പോൾ ശരിക്ക് ശിവന് സമമായി, അതെ, അവൻ മഹാദേവന് സമമായി. പെരുന്തുറവി തേര് അതിന് മുകളിലാണ്. അപ്പോൾ ആ സ്റ്റേജിൽ അവസാന സ്റ്റേജിലെത്തിയ ആളാണ് ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന് ജനനവും മരണവും ഒന്നും ഇനിയില്ല. ഭഗവാൻ പരബ്രഹ്മ സ്വരൂപനായി, പരബ്രഹ്മമായി. ഇപ്പം നമ്മൾ ഈ പറയുന്ന സമയത്ത് ഇവിടെ കേട്ടോണ്ടിരിക്കുകയാണ്. അന്നൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചാലേ കേൾക്കുള്ളൂ, ആരെങ്കിലും വിളിച്ചാലേ അങ്ങോട്ട് നോക്കുകയുള്ളൂ. ഇവൻ എന്തിനെന്നെ വിളിക്കണമെന്ന് അവിടെ ഇരുന്നോണ്ട് നോക്കും ശരീരത്തിൽ ഇരിക്കുമ്പോൾ. പിന്നെ ശരീരത്തിൽ ചെന്ന് ഇരിക്കുന്ന സ്ഥലത്ത് പോയി പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും. നമുക്ക് എന്നിങ്ങനെ പറയാമല്ലോ. ഇപ്പം പരബ്രഹ്മത്തിൽ ലയിച്ചതുകൊണ്ട് എന്ത്, യാത് മൂലയിലിരുന്ന് മനസ്സിൽ വിചാരിച്ചാൽ അവിടെ എത്തും. ഇതറിയുന്നില്ല, ഇത് ആളുകൾ അറിയുന്നില്ല. കാരണം ഇപ്പം സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആശ്രമത്തിൽ വരുന്നതിൽ 50% കൂടുതലും പുതിയ ആളുകളാണ്. അതിൽ കാരണം എന്താണ്? ഭഗവാനെ കുറിച്ച് അറിഞ്ഞിട്ട്, ഭഗവാനെ നമ്മളിപ്പോൾ ചാനലിലൂടെയോ ഒരാൾ പറഞ്ഞോ ഒക്കെ അറിഞ്ഞിട്ട് അവർ മനസ്സിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ഉടനെ തന്നെ ഫലം കിട്ടുകയാണ്. അതെ, കാരണം പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുകയല്ലേ, ഈശ്വരൻ ഡയറക്റ്റ് ഇത് കൊടുക്കുകയല്ലേ. ആ സ്റ്റേജിലേക്ക് ഭഗവാൻ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ഇനി പ്രവാഹമാവും, ഇനി എന്താവും? ജനപ്രവാഹമാവും. ഞാൻ എത്രയോ ആശ്രമങ്ങൾ ഹിമാലയയാത്ര 12 പ്രാവശ്യം ചെയ്തപ്പോൾ ഒരുപാട് ആശ്രമങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഒരുപാട് പുണ്യ സ്ഥലങ്ങൾ ഭഗവാന്റെ കൃപയാൽ ചിലപ്പോൾ എന്നെ അവിടെയൊക്കെ കൊണ്ട് കാണിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ഒന്നും പോകാൻ പറ്റില്ല. എല്ലായിടത്തും അമർനാഥ് വരെ ഹിമാലയ യാത്രയിൽ ഞാൻ പോയി ദർശിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ പല ആശ്രമങ്ങളിൽ പോയെങ്കിലും ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് നിൽക്കുന്നതാണ് സിദ്ധി. പോയിട്ടുണ്ടാവും സിദ്ധി സായിബാബയുടെ മഹാരാഷ്ട്രയിൽ. സിദ്ധിയിൽ നമ്മൾ എത്രയെങ്കിലും കിലോമീറ്ററോളം ക്യൂ നിന്നാലേ ഭഗവാനെ ദർശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ സമാധി അടഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആണ് ഇതൊക്കെ അവിടെ ഒരു ആശ്രമം പോലും ഉണ്ടായത്. ആദ്യം മനസ്സിലാക്കണം, ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയത്. മറ്റ് ആളുകളെ യാതൊരു ആശ്രമം നിങ്ങൾ നോക്കിക്കോ, ആ ആശ്രമം ആ ഗുരു അറിയപ്പെട്ടത് അവർ പോയതിനു ശേഷം. അതെ, നമ്മളെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രകാശിച്ച് സർവ്വരിലേക്ക് എത്തിച്ചേർന്ന് സർവ്വതും ഉണ്ടാക്കി വെച്ച്
3 ആശ്രമങ്ങൾ സ്ഥാപിച്ച് ആശ്രമങ്ങൾ നിലനിന്ന് പോകത്തക്ക രീതിയിലുള്ള അവസ്ഥയുണ്ടാക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഭഗവാൻ പോവുകയാണ് ചെയ്തത്. ഭഗവാൻ എന്നിട്ടാണ് പറയുന്നത്, ഇന്ന് ഞാൻ പത്മനാഭസ്വാമി ആവശ്യത്തിലധികം പൈസ ഉണ്ടാക്കി വെച്ചിട്ട് അദ്ദേഹം കയറി കിടന്ന് ഉറങ്ങും പോലെ. മനസ്സിലായില്ല? അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറി കിടന്നതാണ്. എല്ലാം ഉണ്ടാക്കി വെച്ചു, പൈസയ്ക്ക് ആവശ്യത്തിനുള്ള പൈസ എല്ലാം ഉണ്ട്. എന്നിട്ട് ഇനി റെസ്റ്റ് എടുക്കാതെ ഇപ്പോൾ ഉള്ള റെസ്റ്റ് പോയി പുള്ളിക്ക് പൈസ കൊണ്ട് വെച്ചത്. കാരണം 1-2 മറ്റേ ഒരു വടിയും വെച്ചുകൊണ്ട് നിന്ന സ്ഥലത്ത് ഇപ്പോൾ 240 പോലീസ്. അദ്ദേഹത്തിൻ്റെ സമാധാനം പോയി, ഈ പൈസ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ. എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഭഗവാനാവട്ടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അദ്ദേഹം ജീവസമാധിയിലേക്ക് പ്രവേശിച്ചത്. അതാണ് ഈശ്വരനിൽ ലയിച്ചത്. ഇനി ഞാൻ ചെയ്യേണ്ടത്, ഇവിടെ ശരീരത്തിലിരുന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിലെത്തിയിട്ടാണ് അദ്ദേഹം പതുക്കെ ഈശ്വരനിൽ ലയിച്ച് ഈശ്വരനായിട്ട് നിന്ന് പ്രവർത്തിക്കുക. അപ്പോൾ പിന്നെ ലിമിറ്റില്ല, എന്തും ചെയ്യാൻ പറ്റും. അന്ന് ലിമിറ്റുണ്ട് ഭഗവാന് ശരീരത്തിലിരിക്കുമ്പോൾ. ഇപ്പം എടുക്കുമ്പോൾ ഒരാളുടെ കർമ്മഫലം എടുക്കണമെങ്കിൽ സ്വാമി അനുഭവിക്കണം, സ്വാമി അത് അനുഭവിക്കണം. അങ്ങനെയാണ് അദ്ദേഹം ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ഒരുപാട് അനുഭവിച്ചെന്ന് വെച്ചാൽ എല്ലാം നമ്മളെ പോലെയുള്ള മഹാഭാവികളുടെ കർമ്മഫലം എടുത്തതാണ്. ഈ കർമ്മഫലം എടുത്ത എല്ലാം ഭഗവാൻ എടുത്തതിന് ലിമിറ്റില്ല. എത്ര 1000 പേരെ രക്ഷിച്ചോ, എത്ര 1000 പേർക്ക് പുനർജന്മം കൊടുത്തോ, എത്ര 1000 പേരുടെ മഹാദുരിതങ്ങൾ മാറ്റിയോ എന്ന് ചോദിച്ചാൽ ഒരു ലിമിറ്റില്ല. പക്ഷെ മറ്റുള്ളവരൊക്കെ ചെയ്തതിന് ലിമിറ്റുണ്ട്. മനസ്സിലായി? രാമകൃഷ്ണദേവൻ ഒരാളിൻ്റെ ക്യാൻസർ എടുത്താണ് അദ്ദേഹം ക്യാൻസർ വന്നത്. ഒറ്റ ആളിനെ എടുത്തോളൂ. ഭഗവാൻ ആയിരക്കണക്ക് പേരെ ക്യാൻസർ എടുത്ത് എനിക്കറിയാം, നൂറ്റുകണക്ക് പേരുടെ ഭ്രാന്ത് മാറ്റി എനിക്കറിയാം, മാറാരോഗങ്ങൾ മാറ്റി എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം ഭഗവാന് നിസ്സാരമായിരുന്നു. കാരണം അവരുടെ സ്റ്റേജ് ഏറ്റവും ടോപ്പ് സ്റ്റേജ് ആയതുകൊണ്ട് ഭഗവാൻ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ രാമകൃഷ്ണദേവനാവട്ടെ, രമണ മഹർഷി ആവട്ടെ, മായിയമ്മ ആവട്ടെ, എല്ലാ പേരും അവസാനം കഷ്ടപ്പെട്ട്, കാരണം അവർ എടുത്തിട്ടുള്ള ആളുകളുടെ ഇത് അവരനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭഗവാൻ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഭഗവാനെ അങ്ങ് ഇത് അനുഭവിക്കുന്നത്? പിള്ള ഞാൻ എടുത്ത ഭാവമൊന്നും അല്ല, അതൊക്കെ ഞാൻ തീർത്ത്. ഞാൻ ഒരാളിനെ എടുക്കുന്നതൊക്കെ ഞാൻ പെട്ടെന്ന് അതങ്ങ് ചിലപ്പോൾ അവർ ചെറിയ 50 വർഷം അനുഭവിക്കേണ്ടത് ഞാൻ 5 മണിക്കൂർ കൊണ്ട് അതങ്ങ് തീർത്ത് കളയും. ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഇനി ആളെയൊക്കെ വരാനുള്ള ദുരിതം എടുത്തിട്ട്, നമ്മളെപ്പോലെ ഉള്ളവൻ ഇനി എഴിച്ച് കിടക്കാൻ എന്തോ മാരകമായ ദോഷങ്ങൾ വരാൻ ഭഗവാൻ കണ്ടിട്ട് അതിനെടുത്ത് അനുഭവിക്കായിരുന്നു അവസാനം കിടന്ന്. മനസ്സിലായില്ലേ? മറ്റത് എടുത്തതെല്ലാം തീർന്നിട്ട് അടുത്ത അഡ്വാൻസ് ഓരോരുത്തർക്ക് ഇനിയും ഈ ദുരാത്മാക്കൾ വരാതെ ആവാതിരിക്കാൻ വേണ്ടി എടുത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കൂടി തീർത്തിട്ടാണ് ഭഗവാൻ പോയത്. ഭഗവാൻ എന്നിട്ടാണ് ശരീരം വിട്ടിട്ട് ശരീരത്തിനെ മറച്ചു വെച്ചത്. ശരീരം മറച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഭഗവാൻ പോയിട്ടൊന്നുമില്ല, ശരീരത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യോഗനിദ്രയിലേക്ക് പ്രവേശിച്ചു. യോഗനിദ്രയിലേക്ക് ഭൗതിക ശരീരത്തിൽ നിന്ന് മാറി. ഭൗതിക ശരീരമുണ്ട്, ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ പോലും അത് യോഗനിദ്രയാണ്. അവർ ഈശ്വരനിലങ്ങ് ലയിച്ചിരിക്കുകയാണ്. ഇനി ഈശ്വരനായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് എന്തും ചെയ്യാൻ ഇപ്പോൾ പ്രാപ്തനായിരിക്കുകയാണ് ഭഗവാൻ. ഇനി ഓരോ ഭക്തർ വന്ന് എന്തു ചോദിച്ചാലും ഭഗവാൻ കൊടുക്കും. പണ്ട് ഭഗവാൻ ആളുകളെ അങ്ങോട്ട് കയറ്റൂല, അധികമായിട്ട് കുറയ്ക്കാൻ നോക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെല്ലാം പരമകാരുണ്യമാരാണ്. കാരുണ്യം തുളുമ്പുന്ന ആളാണ്. ഒരാളുടെ വിഷമം കാണൂല, ചെറിയ സങ്കടം പോലും സഹിക്കൂല. അതുകൊണ്ട് ഈ ആളുകളെ കൂടുതൽ പേര് വന്ന് തള്ളാതെ നോക്കും. അതുകൊണ്ട് ആരെയും വിളിച്ചുകൊണ്ട് വരല്ലേ, എന്തിനു വന്ന് എന്നൊക്കെ പറയണേ. കാരണം അന്ന് അത് വന്നാൽ ആ കൊണ്ടുവരണവൻ എന്തുകൊണ്ടാണ് വന്നെന്ന് അറിഞ്ഞൂടാ. ഭഗവാന് സുഖമാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞല്ലോ. എൻ്റെ സുഖം അവിടെ പോയി എൻ്റെ ദോഷം കൊണ്ട് കൊടുക്കാനല്ലേ പോകണം. അല്ലാതെ ഭഗവാനെ സുഖമാണോ ഇത്ര എന്ന് ചോദിക്കാനല്ലോ പോണത്. ഒരാൾ അമ്പലത്തിൽ പോണതും അവിടെ ഇരിക്കുന്ന ദൈവത്തിന് സുഖമായിട്ടോ എന്ന് ചോദിക്കാനല്ലോ, നമ്മളെ ദുഃഖം പറയാനല്ലേ എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ഇതെല്ലാം അന്ന് എടുക്കാനായിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് ഡെയിലി പുതിയ ആളുകളെ വലിച്ചുകൊണ്ട് വന്ന് എല്ലാം കൊണ്ട് തലയിൽ വെച്ചു കൊടുത്താലേ ഇതെല്ലാം ഒരാളിരുന്ന് എടുക്കണ്ടേ. അതുകൊണ്ടാണ് ഭഗവാൻ അകറ്റി നിർത്തിയത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ലിമിറ്റില്ല. നീ കോടികൾ വന്നാലും ഭഗവാന് അവരുടെ ദുരിതങ്ങൾ മാറ്റാനുള്ള ഈശ്വരനായില്ലേ, പരബ്രഹ്മമായില്ലേ. പരബ്രഹ്മത്തിന് ലിമിറ്റില്ലല്ലോ. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാൻ കാണും. അടുത്ത എപ്പിസോഡുകളിലായി ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണാം. നിർത്തുന്നു. നന്ദി.